ഗുഡ് മോർണിംഗ് കുട്ടികളെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ കണക്ക് പഠിപ്പിക്കാനായിട്ടാണ്. നെറ്റി ചുളിക്കൊന്നും വേണ്ട. കണക്കെന്ന് പറഞ്ഞാൽ തന്നെ പലർക്കും വെറുപ്പാണല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എങ്കിൽ അതാദ്യം നമുക്ക് മാറണം. കണക്ക് നാം പഠിക്കുന്നത് എന്തിനാണ്? നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ഉപയോഗവും ഇല്ലാത്ത സാധനമാണ് ഈ കണക്കെന്ന് പറയുന്നത്, അല്ലേ? കണക്കുകൊണ്ട് ഉപയോഗമുണ്ടോ? ഒന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും ഒന്ന് നോക്കൂ. എന്തെല്ലാമാണ് കാണുന്നത്? വീടിൻ്റെ വാതിൽ, ജനൽ, പുസ്തകങ്ങൾ, അതുപോലെ ചുമരിലുള്ള ക്ലോക്ക്, പെൺകുട്ടികളാണെങ്കിൽ കയ്യിൽ വളകൾ, എന്തിനേറെ ഇന്നലെ രാവിലെ കഴിച്ച പുട്ടും കടലയും, അതുപോലെ വൈകുന്നേരം കഴിച്ച സമൂസ, അതുപോലെ ഇന്ന് രാവിലെ കഴിച്ച ദോശ, ഇതിലെല്ലാം വരെ എന്തുണ്ട്? കണക്കുണ്ട്. ഇവയെല്ലാം കണക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാമോ? എങ്ങനെയാണ് ഇവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവയെല്ലാം കണക്കുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒന്ന് നോക്കിക്കേ. ഇവിടെ വാതിൽ എന്ന് നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ. വാതിൽ, ഈ രൂപം ഏത് രൂപമാണ് ഇത്? ചതുരം. അതുപോലെ ജനലോ, അതും ചതുരം തന്നെ, സമചതുരം എന്നും പറയാം. അതുപോലെ തന്നെ പുസ്തകങ്ങളും ചതുരത്തിലാണ്. വാച്ചാണെങ്കിൽ വൃത്തത്തിലാണ്, അല്ലേ? വള വൃത്തത്തിലാണ്. സമൂസയോ ത്രികോണാകൃതിയിലാണ്, അല്ലേ? ദോശയാണെങ്കിലോ വട്ടത്തിലാണ്. ഇനി ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ രൂപങ്ങളുടെ ചിത്രങ്ങൾ ഒരു നോട്ട്ബുക്കിൽ വരയ്ക്കാമോ? എന്തുകൊണ്ടാണ് വരയ്ക്കുക? നിങ്ങളുടെ ബോക്സിൽ ഇവയെല്ലാം കാണുന്നില്ലേ? ഈ ചിത്രത്തിൽ കാണുന്നതെല്ലാം കാണുന്നില്ലേ? ഇനി വരച്ചോളൂ. വരച്ചു കഴിഞ്ഞോ? ചതുരം വരച്ചത് എങ്ങനെയാണ്? ഓർമ്മയില്ലേ? 5ാം ക്ലാസ്സിലെ 2ാം പാഠമായ വരകൾ ചേരുമ്പോൾ എന്ന പാഠഭാഗം പഠിച്ചത്? അതിലെങ്ങനെയാണ് നിങ്ങൾ ചതുരം വരച്ചിരിക്കുന്നത്? മട്ടവും സ്കെയിലും ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? മട്ടം ഉപയോഗിച്ച് ആണ് നിങ്ങൾ എന്ത് വരച്ചിരിക്കുന്നത്? ചതുരം വരച്ചിരിക്കുന്നത്. ഇനി മട്ടം ഉപയോഗിച്ച് ചതുരം മാത്രമാണോ വരയ്ക്കാൻ പറ്റുക? അല്ല. നമ്മൾ മട്ടം ഉപയോഗിച്ച് കോണുകളും വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നോക്കിക്കേ. ഇതാ, മട്ടം ഉപയോഗിച്ച് പല വിധത്തിൽ കോണുകൾ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. കണ്ടോ? പല തരത്തിലാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്, അല്ലേ? മട്ടം ഉപയോഗിച്ച് പല തരത്തിൽ നമ്മൾ ഈ കോണുകൾ വരച്ചിട്ടുണ്ട്. കോണുകൾ വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. കോണുകൾ വരുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? അതും നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ്? VEF, WXZY, ഇതെല്ലാം കോണുകളുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്. ഇനി ഒരു വൃത്തത്തിനെ നമുക്ക് മട്ടം ഉപയോഗിച്ച് സമഭാഗങ്ങൾ ആക്കിയാലോ? നോക്കിക്കേ, ഈ ചിത്രങ്ങൾ നോക്കിക്കോളൂ. ഇതെല്ലാം പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുക, മട്ടം ഉപയോഗിച്ച്
സമഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ ഈ ക്ലാസ് നിർത്തുകയാണ്. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. അവ ചെയ്ത് നിങ്ങൾ അയയ്ക്കുക.